ഇത് ഇന്ന് ലോകത്ത് ഇന്നും പല ആളുകളും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മലയുടെ ഉള്ളിൽ നിന്നും വരുന്നതല്ല. മല ഇടിയുന്നുണ്ട്, അത് വേറെ. പക്ഷെ ഇത് ആകാശത്ത് നിന്നും വീഴുന്നതാണ്. ഇത് വയനാട് ഉണ്ടായത് ആകാശത്ത് നിന്നും വലിയ വെള്ളം ഒറ്റയടിക്ക് വീണിട്ടാണ്. അത് വലിയ വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. 2-3 നാട് മുക്കാൻ മാത്രം വെള്ളം ആകാശത്തുണ്ടാവും. ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആകാശത്തൂടെ. അത് എവിടെയും മലയുടെ മുകളിൽ തട്ടുമ്പോൾ അത് ബ്രേക്കായിട്ട് താഴേക്ക് വീഴും. ഇതാണ് ഈ ഉരുൾപൊട്ടൽ എന്ന സംഭവം. വയനാട് നമ്മൾ MDRE കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഡീകോഡ് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പം വയനാട് ദുരന്തം എന്ന് പറയുന്നത് ഇന്നും എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കിയൊരു കാര്യമാണ്. അല്ലെ, ഒരുപാട് പേർക്ക് നഷ്ടങ്ങളുണ്ടായി. ഇനിയൊരു ദുരന്തം ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പറ്റുകയില്ല, അല്ലേ? ഒരു സ്ഥലം മൊത്തം വാനിഷായി പോകുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പം ഇനിയൊരു ദുരന്തം ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ ഇപ്പം ഈ MDRE ഉപയോഗിച്ചിട്ട് താങ്കൾ അതിനെപ്പറ്റി എങ്ങനെയാണ് ഡീകോഡ് ചെയ്ത് കാണുന്നത്? എങ്ങനെയാണ്? ഇത് ഞാൻ എൻ്റെ ചാനലിൽ വിട്ടൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് വയനാട് ദുരന്തം ഉണ്ടായി എന്ന് പറയുന്നു, അതിന് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇതാണ് ചോദ്യം. പക്ഷെ വയനാട് ദുരന്തം എന്താണ് എന്ന് എത്ര പേർക്ക് അറിയാം? എല്ലാവരും പറയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ വയനാട് ദുരന്തം ഉണ്ടായത് ക്ലൗഡ് ബ്രസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. ഇതിന് വിളിക്കുന്നത് ഒരു മേഘവിസ്ഫോടനം എന്നാണ് പറയുന്നത്. നമ്മുടെ ചാനലുകാർ, അതായത് ഇപ്പോൾ ഈ നമ്മുടെ യൂട്യൂബേഴ്സ്, ചാനലുകാർ, TV, ന്യൂസ്, ഇവരെല്ലാം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഒന്നിനെ പറ്റിക്കാണ്, അല്ലെങ്കിൽ അവർക്ക് സത്യം അറിയില്ല. ഇതാണ് സംഭവം. അവർക്ക് സത്യം അറിയില്ല, നമ്മളായിട്ട് ഇത് അവർക്ക് കൊടുക്കണം. ഈ ക്ലൗഡ് ബ്രസ്റ്റ് എന്ന സംഭവം, അതായത് മേഘവിസ്ഫോടനം എന്ന സംഭവം, ഞാനിത് 2 വർഷം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഗൂഗിൾ മാപ്പ് അടക്കം എടുത്ത് വരച്ചിട്ട് 2.5 മിനിറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. മക്കളെ ഇന്ന ഏരിയയിലൊക്കെ ഇനി ഈ പറയുന്ന പോലെ ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വരും എന്ന് മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനിയും മല ഇടിച്ചിട്ടൊക്കെ ഇനിയും വരാൻ പോവാ, ഇനിയും വരാൻ പോവാ, ഇനിയും വരും. ഓക്കെ, ഇപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്ലൗഡ് ബ്രസ്റ്റ് എന്ന സാധനം മേഘങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് പോയിട്ട് ഒറ്റയടിക്ക് മേഘങ്ങൾ മഴയായിട്ട് താഴേക്ക് വീഴുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലൗഡ് ബ്രസ്റ്റ്. അതായത് മേഘവിസ്ഫോടനം എന്ന് പറയും. പക്ഷെ വയനാട് സംഭവിച്ചത് അതല്ല. വയനാട് സംഭവിച്ചത് ക്ലൗഡ് ബ്രസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ സിസ്റ്റം വേറെയാണ്. അതായത് കടലിൽ നിന്നും ജലത്തിനെ വലിച്ചെടുത്ത്, ചുഴലിക്കാറ്റ് മൂലം കടലിൽ നിന്നും ജലത്തിനെ വലിച്ചെടുത്ത് ഒരു പൈപ്പ് പോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വലിയൊരു തടാകം പോലെ ആകാശത്ത് സഞ്ചരിക്കുന്നുണ്ടായിരിക്കും ഈ വെള്ളം ആകാശത്തോടെ യാത്ര ചെയ്യുമ്പോൾ ഈ വെള്ളം എവിടെയെങ്കിലും ഒരു മലയുടെ മുകളിൽ തട്ടി ഇത് ബ്രേക്ക് ആകുമ്പോഴാണ് ഈ പറയുന്ന വെള്ളം താഴേക്ക് വീഴുന്നത്. അതുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്, പട്ടോ എന്ന ശബ്ദം കിട്ടുമെന്ന് പറയുന്നത്. ഇവിടെ ആളുകൾ പറഞ്ഞെന്താണെന്ന് അറിയും, ഈ മലയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടെന്നാണ്. മലയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയും വെള്ളം നിൽക്കുക? ഒരു സിമ്പിൾ ലോജിക്ക് ആലോചിച്ച പോലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലയുടെ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വന്നു എന്നല്ലേ ശാസ്ത്രം പറയുന്നത്. എൻ്റെ തിയറി അതല്ല, തെറ്റാണ്. മലയുടെ ഉള്ളിൽ അത്രയും വെള്ളം, ഒരു നാടും 2-3 നാട് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ലോകത്തെ ഒരു മലയിലും വെക്കാൻ പറ്റില്ല. അതെങ്ങനെ സാധിക്കും? പിന്നെ ഈ വെള്ളം ഇതുണ്ടാകുന്ന സമയത്ത്, അതായത് മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് അത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ വലിയൊരു ശബ്ദം കേൾക്കും, ബോംബ് പൊട്ടുന്ന ശബ്ദം കേൾക്കും. ഈ സൗണ്ട് എന്താണെന്ന് അറിയോ? ആകാശത്തുള്ള ജലമുണ്ടല്ലോ, ആകാശത്ത് ഇങ്ങനെ കുന്നുകൂടിയിട്ട് വലിയൊരു തളിക പോലെ ജലം ഉണ്ടാക്കും. ഈ ജലം എന്ന് പറയുന്നത് 2-3 നാട് മുക്കാൻ മാത്രമുള്ള ജലം ഉണ്ടായിരിക്കും. ഈ ജലം ആകാശത്തോടെ സഞ്ചരിക്കണ്ടായിരിക്കും. ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മല വന്നു, മലയെ തട്ടുന്ന സമയത്ത് ഇത് ബ്രേക്ക് ആവും. ഇത് ബ്രേക്ക് ആകുമ്പോൾ ഈ മലയുടെ മുകളിൽ ഈ വെള്ളം മൊത്തം വന്നിട്ട് വീഴും. മഴ എന്നാൽ തുള്ളിത്തുള്ളിയായിട്ടല്ലേ വീഴുക? അങ്ങനെയല്ല, ഇത് വലിയ രീതിയിൽ പട്ടയെന്നുകൊണ്ട് വീണിട്ട് അതാണ് ആ ശബ്ദം കേൾക്കുന്നത്. വെള്ളം, ആ വെള്ളമാണ് പുഴയായിട്ട് മാറി ഒലിച്ചു പോയത്. ഇതാണ് വയനാട് ദുരന്തം ഉണ്ടായത്. അല്ലാതെ മലയുടെ ഉള്ളിൽ നിൽക്കുന്ന ജലം എങ്ങനെയാണ് മലയുടെ ഉള്ളിൽ ഇത്രയും ജലം നിൽക്കുക? വയനാട് മാത്രം സംഭവിക്കാൻ കാര്യം എന്താണ്? വയനാട് മാത്രമല്ല, ഇനി പല സ്ഥലങ്ങളും സംഭവിക്കാനുണ്ട് ഇതുപോലെ കാര്യങ്ങൾ. ഇനിയും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഇനിയും സംഭവിക്കാനുണ്ട്. വയനാടിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെ വരുന്ന കാറ്റ് നേരെ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ. ആ വരച്ച് കാണിച്ച പൊസിഷനിൽ തന്നെയാണ് വരിക. ഇനിയും അടുത്ത പ്രാവശ്യം ഇതേപോലെ വീണ്ടും സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സയൻസ് മനസ്സിലാക്കിയിട്ട് സാറ്റലൈറ്റ് വഴി ഈ പറയുന്ന ഈ തളിക പോലെ ഇങ്ങനെ വെള്ളം പോകേണ്ട ആകാശത്ത് ഇത് എവിടേക്കാണ് പോകുന്നത് ട്രാക്ക് ചെയ്താൽ മാത്രം മതി. ഇത് ട്രാക്ക് ചെയ്താൽ ഞാൻ പറയാൻ പറ്റും ഇന്ന സ്ഥലത്താണ് ഇത് വീഴാൻ സാധ്യത, അവിടെ ജനങ്ങളെ മാറ്റാലോ. ജനങ്ങളെ മാറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ, അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മുകളിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, ഈ ജനങ്ങൾക്ക് അത് മാത്രമല്ല, ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് കാണാനും പറ്റില്ല. അപ്പോൾ ഇവിടത്തെ ഈ വീഡിയോ കാണുന്ന കുറെ ബുദ്ധി രാക്ഷസന്മാരുണ്ടാവും. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഞാൻ വില്ലാളി വീരനാന്ന് പറയുന്ന കുറെ പേര് വീഡിയോ കണ്ടാവും. അവർ പറയും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോട്ടോ എടുത്തുകൂടാന്ന്. ഇത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ക്ലൗഡ് ബ്രസ്റ്റ് നടന്ന സമയത്ത് ഈ സംഭവം
മൊത്തം പുകയായിരിക്കും, അതായത് മഞ്ഞായിരിക്കും. വിമാനത്തിന് ഒന്നിനും അടക്കി പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പുക ഇതിൻ്റെ ഉള്ളിലൂടെയാണ് സഞ്ചരിക്കുക. അതായത് ലോകത്ത് മുഴുവൻ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് മുഴുവൻ ഞാനിത് റിസർച്ച് നടത്തില്ല പറഞ്ഞാട്ടോ, ഇത് വെറുതെ പറയുന്നതല്ല. പല സ്ഥലം ലോകത്ത് ഉരുൾപൊട്ടലുണ്ടായ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായത് ഈ മലയുടെ ഉള്ളിൽ നിന്നല്ല ഇത്ര വെള്ളം വരുന്നത്, ഇത് ആകാശത്ത് നിന്നാണ് വരുന്നത്. അത് ക്ലൗഡ് ബ്രസ്റ്റ് അല്ല, വെറും മേഘവിസ്ഫോടനമല്ല, വലിയ തളിക പോലെ വലിയ രീതിയിൽ വെള്ളം, അതായത് ആകാശത്ത് നിന്ന് എടുത്ത വെള്ളം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബ്രേക്ക് ആയിട്ടാണ് ഇത് മൊത്തം വീണ്ടാണ് ഇത്രയും വെള്ളം ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു പോയിന്റ് മനസ്സിലായോ? നമ്മളെ വേറൊന്ന് അത് സംഭവിച്ച രാത്രിയും കൂടെ ആണെന്നുള്ളതാണ് അല്ലേ? അതെ, രാത്രി. അത് പകൽ സമയത്തൊന്നും അത് രാത്രി പകൽ സംഭവിക്കാൻ പല രാജ്യങ്ങളിലും പകലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് കടുത്ത മൂടൽമഞ്ഞ ആയതുകൊണ്ട് ഈ മൂടൽമഞ്ഞ് ഉണ്ടാവും ഇത് വരുന്ന സമയത്ത്. ഈ മൂടൽമഞ്ഞ ആയതുകൊണ്ട് ഇതിന് ഫോട്ടോ എടുക്കാനും ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ സംഭവം പോകുന്നു കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്ലെയിനും പോയിട്ട് മുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, സാറ്റലൈറ്റും പറ്റില്ല. ആകെ പറ്റിയ സാറ്റലൈറ്റ് ഇമേജ് സെൻസിങ് ഉപയോഗിച്ചുമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഇന്ന് ലോകത്ത് ഇന്നും പല ആളുകളും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് മലയുടെ ഉള്ളിൽ നിന്നും വരുന്നതല്ല, മല ഇടിയുന്നുണ്ട്, അത് വേറെ. പക്ഷെ ഇത് ആകാശത്ത് നിന്നും വീഴുന്നതാണ്. ഇത് വയനാട് ഉണ്ടായത് ആകാശത്ത് നിന്നും വലിയ വെള്ളം ഒറ്റയടിക്ക് വീണിട്ടാണ്. അത് വലിയ വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല, 2-3 നാട് മുക്കാൻ മാത്രം വെള്ളം ആകാശത്തുണ്ടാവും. ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആകാശത്തൂടെ. അത് എവിടെയും മലയുടെ മുകളിൽ തട്ടുമ്പോൾ അത് ബ്രേക്കായിട്ട് താഴേക്ക് വീഴും. ഇതാണ് ഈ ഉരുൾപൊട്ടൽ എന്ന സംഭവം. വയനാട് സംഭവിച്ചതാണ്. ഇപ്പോൾ ക്ലിയർ ആയി. അപ്പം ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇത് പഠിച്ച സൊല്യൂഷൻ കിട്ടി. ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ സൊല്യൂഷൻ കിട്ടും എന്നുള്ള സംഭവം. സൊല്യൂഷൻ കിട്ടും നമുക്ക്. പ്രശ്നത്തെ പഠിച്ചാൽ സൊല്യൂഷൻ കിട്ടും. ലോകം ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. ഇന്ന് ഈ ഫോണും എല്ലാം കണ്ടുപിടിച്ചതും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു പ്രശ്നം, സൊല്യൂഷൻ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പൊട്ടും എപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കെ, ഇനി ഇതും പറഞ്ഞുതരാം. മുല്ലപ്പെരിയാർ പൊട്ടണതിന് മുമ്പ് അറിയാൻ സിമ്പിൾ പരിപാടി ഞാൻ പറഞ്ഞുതരാം. വയനാട് ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആനകളെല്ലാം മാറിപ്പോയിന്ന് ന്യൂസ് വന്നിരുന്നു. കണ്ടോ? ഒരു ആനയെ പോലും മൃഗങ്ങളൊന്നും കണ്ടില്ല എന്ന് ന്യൂസ് വന്നു. എന്നിട്ട് ഇപ്പൊ വയനാട് ആനക്കൂട്ടം തിരിച്ചെത്തി എന്നുള്ള ന്യൂസും വന്നിരുന്നു. അതായത് ഈ ആനക്കൂട്ടത്തിന് മുൻകൂട്ടി ആന മാത്രമല്ല മറ്റു മൃഗങ്ങൾക്ക്, ഞാൻ ആനനെ ഉപയോഗിച്ച് പറയാണ്. അപ്പൊ ഈ മൃഗങ്ങൾക്ക് എന്തുണ്ട്, മുൻകൂട്ടി അറിയാനുള്ള സാധ്യത ഉണ്ട്. ആനകൾക്ക് പ്രത്യേകിച്ച് പ്രതിഷേധങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും മുമ്പ് ആനകൾക്ക് അറിയാലോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെ ആനക്കൂട്ടങ്ങൾ ഉണ്ടാവില്ലേ? ഈ ആനക്കൂട്ടത്തിന്റെ മെയിൻ തലവന്റെ കഴുത്തിൽ പോയിട്ട് മറ്റേ റഡാർ സിസ്റ്റം, ഇപ്പൊ ആനകളെ ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ സുഖല്ലേ? ആനകൾ മൊത്തത്തിൽ അവിടെ സ്ഥലം മാറി പോയി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാറായി, വേഗം വിട്ടും. സിമ്പിൾ ലോജിക്ക് അല്ലേ? മനസ്സിലായോ? മൃഗങ്ങൾ എന്തായാലും നാട് വിട്ടുപോകും ഡാം കൂടുന്നതിന് മുമ്പ് അല്ലേ? ഉറപ്പാണല്ലോ. വേറൊരു പരിഹാരം ഇല്ല. വേറെ പരിഹാരമില്ല. ഇല്ല. ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടുന്നത് മാത്രമല്ല, ഇപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇടുക്കി ഡാം പൊട്ടിയാൽ അല്ലെങ്കിൽ മറ്റ് ഡാം ഒക്കെ ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറ്റുമ്പോൾ ഈ ചെളി കൂമ്പാരം കൂടിയിട്ട് ഒന്നുമേ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത, ഒന്നുമേ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം വാനിഷായി പോകുന്ന രീതി, ചിലപ്പോൾ കേരളം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ വന്നേക്കാം. അപ്പം കേരളം അല്ല, സൗത്ത് ഇന്ത്യ മൊത്തം ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പണ്ടേ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് പൊട്ടാനുള്ളത് തന്നെയാണ്, ഇപ്പോഴൊന്നും പൊട്ടില്ല. ഇപ്പൊ തൽക്കാലം ഇപ്പൊ പൊട്ടാനുള്ളതല്ല. പറഞ്ഞിരുന്നു ഒരു മഹാമാരി വരുമെന്ന്. ഒരു മഹാമാരിയോ ഒരു വൈറസോ അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ വെട്ടിക്കൊല്ലൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമേ ഡാം പൊട്ടുള്ളൂ. തൽക്കാലം ഇപ്പൊ പൊട്ടുന്ന പ്രതീക്ഷയുണ്ടാ. ഇനി അത് കുറെ കാലം ഇനിയുണ്ട്, സമയം കുറെ എടുക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രം, ഇത് ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് അറിയും. ഇപ്പൊ ഈ ജനങ്ങളോട് പറയുമ്പോൾ അവർക്കൊരു എവിടെ നിന്ന് ഇവൻ പറയണേ, ഇതെങ്ങനെയാണ് പറയണേ എന്ന് ഒരു ലോജിക്ക് ആൾ ചോദിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്ക് ആൻസർ കൊടുക്കാം. സുനാമി എന്നുള്ള വാക്ക് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ല, സുനാമി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിക്കുന്നത് കമലഹാസന്റെ ദശാവതാരം സിനിമയാണ് അല്ലെ? ഈ സുനാമി എന്നുള്ള വാക്ക് കേൾക്കുന്നത് ജപ്പാനീസ് വേർഡാണത്. ഈ സുനാമി എപ്പോഴാണ് വരുന്നത് ആ സിനിമയില്? അതായത് വൈറസ് പുറത്തേക്ക് വരുമ്പോൾ, മറ്റേ വൈറസിനെ പുറത്തേക്ക് വിടുമ്പോഴാണ് സുനാമി പോലെ വന്നിട്ട് ഈ വൈറസിനെല്ലാം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഈ ജലവും ഈ പറയുന്ന പോലെ വൈറസ് തമ്മിലൊരു സിങ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാമാരി വരുമ്പോഴാണ് ഇത് ഡാം പൊട്ടുക അല്ലെങ്കിൽ വെള്ളം വരിക എന്നുള്ളത് പറയാൻ കാരണം അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ചൈനയിലും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പണ്ട് ചൈനയിൽ 3 ഡാം ഒരുമിച്ച് പൊട്ടി കൊറോണ വൈറസ് വന്ന സമയത്ത്. അത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് അന്ന് 2020. അപ്പോൾ ആ സമയത്ത് ചൈനയിൽ ഡാം 3 എണ്ണം അടുപ്പിച്ച് പൊട്ടി. അന്നും ഈ വൈറസ് ശക്തമായി വന്ന സമയത്ത് ഡാം പൊട്ടി. അപ്പോൾ നമ്മുടെ ഡാം പൊട്ടണമെങ്കിൽ ഇതുപോലൊരു വൈറസോ മഹാമാരിയോ വരേണ്ടി വരും. ഇതാണ് അതിൻ്റെ ലോജിക്ക്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് ലൈവ് അല്ല, ഇതിപ്പോൾ ലോകത്തിൽ ഒരുപാട് പേര് കാണുന്ന വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വൈറസ് ആൻഡ് വാട്ടർ, വെള്ളം തമ്മിലൊരു ബന്ധമുണ്ട്.
അതുകൊണ്ടാണ് ആ വൈറസ് വന്ന സമയത്ത് ആ ദശാവതാരം സിനിമയിൽ വൈറസ് വരുമ്പോൾ സുനാമി വരുന്നത്. വൈറസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും സംഭവിക്കുന്നത്. ഇല്ല, ലോകത്തെ വൈറസ് ലോകത്ത് വന്നോട്ടെ, പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് കേരളമാണല്ലോ വായിക്കേണ്ടത്. കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ മാത്രമാണ് ഈ തിയറി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡാം പൊട്ടുന്ന പ്രതിഭാസം വരും. സോ ഇതാണ് പറയാനുള്ളത് നമുക്ക്. അപ്പം കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും ഒരു അടുത്ത ഒരു 25 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലത്തിൽ? കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അദാനി ഓഫ് ഗ്രൂപ്പ് അവര് ഇപ്പൊ അദാനി അറസ്റ്റ് ചെയ്യലും കാരണമുണ്ട്. അവരെല്ലാം ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. ഇത് പിടിച്ചടക്കിയാണ്ട് ഇപ്പോൾ കിണറുകൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഈ കേരളത്തിൽ കിണറുകൾ കുഴിച്ചിട്ട് ഇവരെന്ത് ചെയ്യാൻ നൈട്രോമീഥേൻ ഊറ്റിയെടുക്കാൻ പോവാ. ഇത് ഊറ്റിയെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേരളം മുഴുവൻ വികസിക്കുന്ന രാജ്യമായിട്ട് മാറും എന്ന് മീഡിയ പറയും. പക്ഷെ ഇതെല്ലാം അണ്ടർ കൺട്രോളിലായിരിക്കും. നമുക്കിതൊന്നും കൈകടത്താൻ പറ്റില്ല. അപ്പം നമ്മളറിയാതെ ഇവിടെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ ഒരുപാട് ഇന്ധനം കെടുക്കുക, ഈ ഇന്ധനം ഊറ്റിയെടുക്കലാണ് ഇവരുടെ പ്ലാൻ. സോ നമ്മളിതിന് സമ്മതിക്കാതിരുന്നാൽ മതി. നമുക്ക് വില കുറവിൽ ഇത് തരണം എന്ന് ഒരു എഗ്രിമെന്റ് വെച്ചാൽ പ്രശ്നം തീർന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിക്കുക നമുക്ക് അറിയില്ല. കാരണം ഈ 2040-45 കൂടിയിട്ടാണ് സൗത്ത് ഇന്ത്യ ഹൈ ലെവലിലേക്ക് ഉയർന്നു വരും, നല്ല ലെവലിലേക്ക് ഉയർന്നു വരും. ലോകത്തിന്റെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യ വരും. അതൊക്കെ ഒരു 20 കൊല്ലം കൊണ്ട് ഇനി മാറ്റം കൊണ്ടല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ റോഡൊക്കെ ഇപ്പോൾ ഒരുപാട് റോഡുകളൊക്കെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ അതങ്ങനെയാണ്. അതായത് അദാനി ഗ്രൂപ്പ് അവർക്ക് പോകാനും യാത്ര ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ റോഡൊക്കെ വികസിക്കുന്നത്. വലിയ റോഡുകൾ കേരളം മുഴുവൻ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് റോഡുകൾ ഇതെല്ലാം വരുന്നതിന്റെ കാരണം ഈ സൗത്ത് ഇന്ത്യ വികസിക്കാൻ പോകുന്നതെന്നാണ്. ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ പറയും ഇതൊന്നും നടക്കില്ലാന്ന്. പക്ഷേ നടക്കും. 20 കൊല്ലം കൊണ്ട് മൊത്തത്തിൽ മാറും. ഇടയ്ക്ക് ഇങ്ങനെ പത്രത്തിൽ കണ്ടിരുന്നു മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ പൂർണ്ണാധികാരം സംസ്ഥാന സർക്കാരിനാണെന്നും പിന്നെ മുല്ലപ്പെരിയാർ തമിഴ്നാടിന് അവകാശപ്പെട്ടതാണെന്നും ഒക്കെയാണ് ഞാൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കൂടെ അവരും കൂടെ അല്ല തീരുമാനം എങ്ങനെ ഇരിക്കുമല്ലേ നമ്മുടെ ഈ ഡാമിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 3 തത്വമുണ്ട്. നിങ്ങൾ തമിഴ്നാട് കാരണം എന്ന് പറഞ്ഞു 3ാമത്തെ തത്വം നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഈ തമിഴ്നാടിന്റെയും അല്ല കേരളത്തിന്റെ അല്ല മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞു. അതിന് വേറൊരു ടീമുണ്ട്. സോ അത് ഞാൻ ആരൊക്കെയാണ് വിളിച്ച് പറയുന്ന വീഡിയോയിൽ കുറെ ലെങ്ത് വേറെ പോകും. അപ്പൊ 3ാമത്തെ ഒരു തത്വം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ തത്വമാണ് നമ്മൾ MTR ഡീകോഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോഴ്സൊക്കെ ഇനി പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ആ കോഴ്സൊക്കെ നമ്മൾ കോഴ്സിന്റെ കാര്യം സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ജനുവരി 1 തൊട്ടാണ് കോഴ്സ് തുടങ്ങാൻ പോകുന്നത് പറഞ്ഞു. അത് 3 മാസത്തെ കോഴ്സാണ് അല്ലേ? എൻ്റെ കാലാവധി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യമായിട്ട് തുടങ്ങാൻ പോകല്ലേ അങ്ങനെ? അപ്പം എന്തൊക്കെയാണ് പ്ലാൻസ്, എങ്ങനെയാണ് പോകുന്നത്? MTR എന്നൊരു തിയറി ഉണ്ടാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് അതിന് പാറ്റന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. പാറ്റന്റ് എടുക്കാൻ എനിക്ക് കുറച്ച് പൈസ ചിലവുണ്ടല്ലോ. അപ്പോൾ ഈ പൈസ ചിലവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ജനുവരി തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ ഡെയിലി അരമണിക്കൂർ ക്ലാസ്, ബാക്കി വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ലോകത്തിൽ എവിടെയുള്ള ആൾക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. അരമണിക്കൂർ ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും. ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാൻ പറ്റും. ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ ഓൺലൈൻ കോഴ്സ് ആയിട്ടാണോ? അല്ല, ഇത് നമ്മൾ ഗൂഗിൾ മീറ്റ് പോലെ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇത് വാട്സാപ്പിൽ വിടും. കാണാൻ പറ്റാത്തവർ ക്ലാസ് ആണ്. ഓൺലൈൻ ലോകത്ത് എവിടെ വേണേലും ഏത് രാജ്യത്ത് വേണേലും ഉള്ളവർക്ക് ഇതിൽ എടുക്കാം. ഇതിന് ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ 2000 രൂപ വില വരുന്നൊരു സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കും. ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ജാതകം ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പൊ ചേച്ചിക്ക് ജാതകം ഞാൻ ബുക്ക് അടിച്ചു തന്നില്ലേ, അതുപോലെ ജാതകം ബുക്ക് അടിച്ച് കൊടുക്കാൻ പറ്റും. ഒരു ജാതകത്തിന് 1000 ബുക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ജാതകത്തിന് 2000 വെച്ച് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജാതകം PDF ആയിട്ട് അയച്ചു കൊടുക്കാം. 2 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ജാതകം ഡേറ്റ് ഓഫ് ബർത്ത് സമയം അടിച്ച് 2 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാതകം റെഡി. വാട്സാപ്പിൽ നമുക്ക് PDF അയച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിലും 500 വെച്ച് മേടിക്കാൻ പറ്റും ആളുകളുടെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ഈ കോഴ്സിന്റെ ഫീസായിട്ട് ഒരു 10000 രൂപ മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ 10000 രൂപ എന്ന് പറയുന്നത് കോഴ്സ് ആരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ അവർക്ക് 20,000, 30,000, 1 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ജാതകം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ജാതകം നോക്കുന്നത് അല്ല, ജാതകം ഫോൺ വഴി ഉണ്ടാക്കി കൊടുക്കാം ആളുകൾക്ക്. ഫ്രണ്ട്സിന്, കൂട്ടുകാർക്ക്, ഇപ്പോൾ പുതിയ കുട്ടി ജനിച്ചു അവർക്കൊക്കെ ജാതകം ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ്. ജാതകം ഉണ്ടാക്കി കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഈ കോഴ്സിൽ പങ്കെടുത്ത് ഇതിന് എക്സാം എഴുതി പാസ്സായ വ്യക്തികൾക്ക് കേരളത്തിൽ MTR എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കല്യാണം, മുഹൂർത്തം ഇതെല്ലാം ഗണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പൊരുത്തം നോക്കാനൊക്കെ ഉള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഓൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് ഓരോരോ സ്ഥലത്തോട്ട് ക്യാമ്പയിൻസ് ചെയ്യാൻ ഒരു ക്യാമ്പയിൻ നമ്മൾ MTR എന്നൊരു തിയറി ഉണ്ട്. ഇത് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി ഓരോ ജില്ലകളിലും പോയിട്ട് ക്യാമ്പയിനുകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ MTR തകർക്കുന്ന ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേര് ഇത് വട്ടാണ്, ഇത് ഭ്രാന്താണ്, ഈ ലോകം ഇവിടെ ഇപ്പോഴും ലോകം വളർന്നില്ലേ, ശാസ്ത്രം വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരോട് പറയാനുള്ളത്, ഇപ്പോൾ കമന്റ് ചെയ്യും ആളുകൾ വന്നിട്ട് ജനങ്ങൾ, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതിലൊന്നും വലിയ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെയാണ്, ലോകം രക്ഷപ്പെടില്ല എന്നിട്ട് കുറേ പേര് കമന്റ് ചെയ്യും. അവരോട് പറയാനുള്ളത്, എൻ്റെ MTR
തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്താൽ 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലും പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം രൂപ എൻ്റെ എം തിയറി. കാരണം എനിക്കിത് ലോകത്തിന് മുമ്പിലേക്ക് എടുത്തുകൊണ്ടിരുമ്പോൾ ആരും ഇത് തെറ്റാണെന്ന് പറയാൻ ആരും പാടില്ല. എനിക്ക് അങ്ങനെ നിർബന്ധ ബുദ്ധിയുണ്ട്. സോ ഇത് തെറ്റാണ്, എൻ്റെ എം തിയറി തെറ്റാണെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രൂവ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാൻ തയ്യാറാണ്. 1 lakh rupees ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. ആരെങ്കിലും ഇതൊന്നും തെറ്റാം, പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല കേട്ടോ. ഒരുപാട് നിരീശ്വരവാദർക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് നിരീശ്വരവാദ ഗ്രൂപ്പിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയാം ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, എം തിയറി ഉണ്ട്, ഇത് തകർക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് അയച്ചു കൊടുത്തോ. എൻ്റെ തിയറി തെറ്റാണെന്ന് തെളിയിച്ചാൽ 1 ലക്ഷം രൂപ ആൾ കൊടുക്കും. കാരണം ഇത് എൻ്റെ ലോകത്ത് എൻ്റെ മാത്രമുള്ളൂ, വേറെ എവിടെയില്ല. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു കോഴ്സായിട്ട് എടുത്ത് പഠിപ്പിക്കാൻ പോകണം. 10,000 രൂപ എന്ന് പറയാം, 10,000 രൂപ എന്ന് പേടിക്കുന്നു വേണ്ട, അതൊക്കെ 2 ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. കോഴ്സ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് സോഫ്റ്റ്വെയർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടില്ല, ഇത് നമ്മുടെ ഇതിൽ മാത്രമുള്ളതാണ്. ഈ സോഫ്റ്റ്വെയർ നമ്മൾ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. പക്ഷേ ഈ സോഫ്റ്റ്വെയർ അവർ കൊടുത്തിട്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് 6 ശതമാനം ഉണ്ടാക്കാം. ഇപ്പോൾ അച്ഛൻ്റെ, അമ്മയുടെ, കുട്ടികളുടെ, അതുപോലെ തന്നെ മക്കളുടെ, അയൽക്കാരുടെ, കൂട്ടുകാരുടെ, ഫ്രണ്ടിൻ്റെ, വിദേശത്തിനൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവൻ്റെ ജാതകം ഉണ്ടാക്കി കൊടുക്കാം. 6 ജാതകം ഉണ്ടാക്കി കൊടുക്കാം. ആ ജാതകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടി അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ജാതകം ഉണ്ടാക്കി കൊടുക്കുന്ന കൂടാതെ പിന്നെ അവർക്ക് ഈ അതൊക്കെ കണ്ട് മനസ്സിലാക്കണം. പിന്നെ കോഴ്സ് അത് കോഴ്സ് ഉണ്ടായിരിക്കും, അത് 3 മാസത്തെ കോഴ്സ് ഉണ്ടായിരിക്കും. അതിലതൊക്കെ പഠിക്കാൻ സാധിക്കും. 3 മാസം കോഴ്സിലെല്ലാം പഠിപ്പിച്ചു തരും. എം തിയറി മൊത്തം പഠിപ്പിച്ചു തരും. ഒരാൾ വന്നാൽ അവൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അവൻ്റെ അസുഖം എന്താണ്, അവൻ്റെ ഫാമിലി, അവൻ്റെ കർമ്മ, മുൻജന്മ കർമ്മ, ഇനി അടുത്ത ജന്മത്തിൽ അവൻ ആരായി ജനിക്കും, എന്തുകൊണ്ട് ഡിവോഴ്സായി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീമിനെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് എൻ്റെ ജോലി അവർക്ക് പകർന്നു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമുണ്ട് നാട്ടിൽ, ആ പ്രശ്നം സോൾവ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 10 എം തിയറി ഗ്രൂപ്പിനുണ്ടാക്കും. എന്നിട്ട് ഈ 10 പേർക്ക് ഞാൻ വീതിച്ചു കൊടുക്കും. ഇപ്പം എൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ടല്ലോ, അത് ഈ 10 പേര് കൊടുക്കും. പഠിച്ചു കോഴ്സ് എടുത്ത് പഠിച്ചവർക്ക് ഞാൻ എൻ്റെ അപ്പോയിൻമെന്റ് അവർക്ക് കൊടുക്കുന്നു. എനിക്ക് ഒരു അപ്പോയിൻമെന്റ് മുഴുവൻ അവരെ കൊണ്ട് ചെയ്യിക്കും. ഇത് പഠിപ്പിച്ചാൽ പോരെ, അങ്ങനെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഓരോരുത്തരെ. അങ്ങനെയുള്ള ബിസിനസ്, അതിൻ്റെ ബിസിനസ്. അപ്പോൾ കേരളത്തിലൊരു പ്രോബ്ലം ഉണ്ട്, ആസ്ട്രോളജി കറക്റ്റ് അല്ല, ആസ്ട്രോളജി വിശ്വാസമില്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അത് തീർക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ മൾട്ടിപ്ലൈ, അതായത് എം തിയറി പഠിച്ച കുറേ പേരുണ്ടാക്കും. അങ്ങനെ കുറേ പേര് എം തിയറി പഠിച്ച ആളുകളുണ്ടാവും. നാട്ടിൽ നല്ല വിലയും ഇതൊക്കെ ഉണ്ടാവും. എം തിയറി പഠിച്ച ഒരാളാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്തായാലും നിങ്ങളെ ബഹുമാനിക്കും. ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. നിരീശ്വരവാദികൾക്കൊന്നും നമ്മൾ തകർക്കാൻ പറ്റില്ല നമ്മുടെ തിയറി. ഓക്കെ, സോ അപ്പോൾ ആ തിയറി എടുത്ത് കൊണ്ടുവരിക, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നാട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. 3 മാസം കഴിഞ്ഞാലും അവർക്ക് ആ വാട്സാപ്പിലും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്, സംശയങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ വരാമല്ലോ. ആക്ച്വലി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ അത് ലൈഫ് ലോങ് ആണ്. ഒരു വട്ടം നമ്മുടെ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ചർച്ചയാണ്. അവരെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. അവരെ കുട്ടി എന്തിനു ജനിച്ചു, അവരെ അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു, അവർക്ക് എന്തുകൊണ്ട് കർമ്മം ഇങ്ങനെ വന്നു, മക്കളുടെ കർമ്മം എന്താണ്, ഇതെല്ലാം പഠിക്കാൻ പറ്റുമല്ലോ ഈസി ആയിട്ട്. ഈസി കോഴ്സാണ്. ഡെയിലി അരമണിക്കൂർ ഉണ്ടാവുള്ളൂ ക്ലാസ്. അത് ടൈമൊക്കെ പിന്നെ പറഞ്ഞു. ടൈമൊക്കെ ക്ലാസ്സിൽ വരും. അത് ടൈം വേണ്ടല്ലോ, ഇത് ഓൺലൈൻ അല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീഡിയോ കാണാം. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും അവർക്ക് ഗ്രൂപ്പിനകത്ത്. അവർക്ക് സമയമില്ലാത്തവർക്ക് അപ്പോൾ കാണാം. ചിലർ അമേരിക്കയിലുണ്ടാവും, യൂറോപ്പിലേക്ക് ഉണ്ടാവും. അവർക്ക് ടൈം എന്തെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നമ്മളത് ക്ലാസ് ആക്കിയിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർക്കത് കാണാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് താല്പര്യം വേണം അല്ലേ, അത് ഒരു ഇൻട്രസ്റ്റ് വേണം. പിന്നെ അത് മാത്രമല്ല മലയാളം എഴുതാനും വായിക്കാനും അറിയണം, അത്രേ ഉള്ളൂ. വേറെ ഈ നാഴിക വിനാഴിക ഈ കാര്യങ്ങളൊന്നും വേണ്ട, ഇതൊന്നും ആവശ്യം നമുക്കില്ല. പിന്നെ ഒരാളുടെ നോക്കാൻ ഡേറ്റ് ഓഫ് ബർത്ത് സമയം വേണം. ഇതുണ്ടെങ്കിൽ 6 ജാതകങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ. അപ്പോൾ ഞാൻ അവസാനം പറയുന്നൊരു കാര്യം ഇത്രേ ഉള്ളൂ. 1 ലക്ഷം രൂപ നിങ്ങൾക്കുണ്ട്. എൻ്റെ എം തിയറി തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ആർക്കും 1 ലക്ഷം രൂപ എൻ്റെ ഇത് മേടിച്ചുകൊണ്ടോ ധൈര്യമായിട്ട് പോലെ തരാൻ തയ്യാറാണ്. നമ്മൾ 2024 ഡിസംബർ അവസാനത്തെ മാസമായി കഴിഞ്ഞു. ഇപ്പോൾ 2025 എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എം തിയറി ഉപയോഗിച്ചിട്ട് 2025 എങ്ങനെ ഡീകോഡ് ചെയ്ത് കാണുന്നു? 2025 ഡീകോഡ് ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ വലിയൊരു വീഡിയോ ചെയ്യേണ്ടി വരും. പ്രഷർ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് പറയാം. പക്ഷേ ഒരു എക്സാമ്പിൾ പറയാം. 2025 നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ 2028 വരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 26, 27 ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ 2025 എന്ന് പറയുന്നത് മീനരാശിയിലേക്ക് ശനി പോവുക. രാഹു അവിടെ വന്നുകൊണ്ടിരിക്കുക. ഇത് ആസ്ട്രോളജി അറിയുന്നവർക്ക് അറിയാം. രാഹുവും ശനിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയവും മീനൻ രാശിയിലേക്ക് ശനി കടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. മീനം രാശി എന്ന് പറഞ്ഞാൽ 2 മീനിന്റെ സിമ്പലാണ്. അപ്പോൾ അത് കടലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2025 കൂടുതൽ പ്രശ്നങ്ങൾ കടലുമായി ബന്ധപ്പെട്ടാണ്. കടലിൽ ഇപ്പോൾ എണ്ണ, അതായത് വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ ബ്ലോക്ക് ആവുക, പാം ഓയിൽ വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ ബ്ലോക്ക് ആവുക,
ഡ്രോൺ മൂലം കടലിൽ ഷിപ്പിലോട്ട് അറ്റാക്ക് ചെയ്യാം. അതുപോലെ കടലുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ കടലിൽ കടലിൽ ബോംബ് പൊട്ടിക്കുക, ഈ പറഞ്ഞ കടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും സംഭവിക്കാൻ സാധ്യത. പിന്നെ ട്രെയിൻ അപകടം, അതുപോലെ തന്നെ ഒരുപാട് തന്നെ സംഭവിക്കാനുണ്ട്. അത് പറയാൻ കാരണം നല്ലതുണ്ട്, നല്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. പക്ഷെ ആളുകൾക്ക് ആവശ്യം ചീത്തയാണ്, പ്രശ്നങ്ങളാണ് ആൾ കാണാനും ഇഷ്ടം. ആളുകൾക്ക് നല്ലതാണെങ്കിലും കാണുന്നുണ്ടോ? പ്രതീക്ഷ എന്ന് പറയുന്നത് ആകാശത്ത് പുതിയൊരു നക്ഷത്രം ഉദയം ചെയ്യുന്നുണ്ട്. ആ ഉദയം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പുതിയൊരു ആറ്റം, അതായത് സയൻസ് പറഞ്ഞ ആറ്റം, നമ്മുടെ തീരെ വേറെയാണ്. ഒരു അണു ഭൂമിയിൽ പുതിയതായിട്ട് ജനിച്ചിട്ടുണ്ട്. അതായത് ഒരു ആറ്റം വന്നിട്ടുണ്ട്. അത് പലരുടെ ബോഡിയിലേക്കും വരുന്നുണ്ട്. ആണ് ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കിക് എബിലിറ്റി, അതായത് ചില കാരണം മുൻകൂട്ടി അറിയാനും ഒക്കെ ഉള്ള കഴിവുള്ള ആളുകൾ ഇങ്ങനെ വരാൻ പോവാണ്. സോ 2025 മുതൽ അത് സ്റ്റാർട്ട് ആവും. അപ്പോൾ 2028 ഒരു എനർജി വരുന്നുണ്ട്, 2032 ഒരു എനർജി വരുന്നുണ്ട്. ആ എനർജി മൂലം കിട്ടിയ ആളുകൾ, ഇപ്പം എനിക്കൊക്കെ അങ്ങനെ കിട്ടിയ ഒരാളാണ്. അപ്പോൾ ആ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക്, അതായത് ഈ സൗത്ത് ഇന്ത്യനെ ഉയർത്തി കൊണ്ടുവരാൻ ഫ്യൂച്ചറിലേക്ക് അതുപോലുള്ള ആളുകൾ വരും. അതായത് ആ കഴിവ് ഉണ്ട് എന്നർത്ഥം ആ ഒരു ആറ്റത്തിന്. അത് പല ആളുകളുടെയും ബോഡിയിലേക്ക് വരുന്നുണ്ട്. അതിന് യൂസ് ചെയ്യണം. നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഉയർന്നു വരും. ആത്മീയ കണക്ഷൻസ് കിട്ടും, സൈക്കിക് എബിലിറ്റി കിട്ടും. ഈ 2030 ആകുമ്പോൾ ഈ മൂണിന്റെ ചന്ദ്രന്റെ ശക്തി കൂടുതലായിട്ട് ചന്ദ്രന്റെ കളർ മാറും, മൂണിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. സോ അത് ബന്ധപ്പെട്ട് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലും മാറ്റങ്ങൾ വരും. അതാണ് മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് ഭാവങ്ങൾ നേരുന്നു. പുതിയ ക്ലാസ്സും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോട്ടെ. ഒരുപാട് പേർക്ക് അല്ലേ MBA പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കട്ടെ. അപ്പം നമുക്ക് വീഡിയോയിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലോ, അല്ലേ? അപ്പം നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഡിസംബർ തുടങ്ങിയേ ഉള്ളൂ, ക്രിസ്മസും ഒക്കെ വരാൻ പോകുന്നു. അപ്പം നല്ലൊരു വർഷം 2025 ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. 2025 നന്നാവട്ടെ. താങ്ക് യു.